ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. തില്ലാന പാർട്ട് 6. അമ്മേ, സ്നേഹയെ നോക്കി കിതപ്പോടെ സീത വിളിച്ചു. അമ്മേ, കരഞ്ഞുകൊണ്ട് സീത സ്നേഹയുടെ നേർക്ക് പാഞ്ഞു വന്നു. പെട്ടെന്ന് സ്നേഹപ്രഭ പിന്നോട്ടടി വെച്ചു. എന്നിട്ട് പുരികമുയർത്തി മകളെ നോക്കി. എന്തിനാ വന്നത്? സീത ഒന്ന് പതറി. വ്യസനത്തിൽ അവൾ അമ്മയെ നോക്കി. എൻ്റെ അമ്മയെ കാണാൻ എത്ര ദിവസമായി ഞാൻ അമ്മേൻ്റെ ആ കുട്ടിയും കണ്ടിട്ട്. ഞങ്ങൾ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതല്ലോ, ഉദ്യോഗം കിട്ടി പോയതല്ല, വിവാഹം കഴിച്ച് അയച്ചതുമല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഞങ്ങളെ നിഷേധിച്ച് ഇറങ്ങിപ്പോയതല്ലേ? സ്നേഹ ചോദിച്ചു. അത് അമ്മേ, സീതയ്ക്ക് വേണ്ടി രമേശ് പറയാൻ തുടങ്ങി. പെട്ടെന്ന് സ്നേഹ കൈ ഉയർത്തി രമേശിനെ വിലക്കി. നോ, അവൾ പറയേണ്ടത് അവൾ പറഞ്ഞാൽ മതി, മറ്റാരുടെയും വിശദീകരണം എനിക്ക് വേണ്ട. രമേശിൻ്റെ മുഖം ചുവന്നു. അയാൾ ഒരു വശത്തേക്ക് നീങ്ങി നിന്നു. അദ്ദേഹം മറ്റാരെങ്കിലും ആണോ അമ്മേ? സീത ചോദിച്ചു. എൻ്റെ ഭർത്താവല്ലേ? ആണോ? സ്നേഹയുടെ മുഖത്ത് പരിഹാസമായിരുന്നു. എനിക്കറിയില്ല. ഇങ്ങനെ പറയരുതമ്മേ, സീത വിതുമ്പി. അമ്മയെ വേദനിപ്പിച്ചവളാ ഞാൻ, മനഃപൂർവ്വമല്ല. രമേശിനെ എനിക്ക് മറക്കാൻ കഴിയില്ലായിരുന്നു. അമ്മ അതിനെന്നോട് പൊറുക്കണം. രമേശിനെ അംഗീകരിക്കണം. അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. അപ്പോൾ എന്നെ കാണാൻ വന്നതല്ല നീ. സ്നേഹ പല്ലിറുമി. എന്നെക്കൊണ്ട് ഈ ബന്ധം അംഗീകരിപ്പിക്കാൻ വന്നതാണ്. സീതയിൽ വീർപ്പുമുട്ടലുണ്ടായി. അവൾ ദയനീയമായി രമേശിനെ നോക്കി. രമേശിൻ്റെ മുഖത്ത് സഹതാപമായിരുന്നു. ഇല്ല, സ്നേഹ പറഞ്ഞു. ഞാൻ ഒരു കാലത്തും ഈ ബന്ധം അംഗീകരിക്കില്ല. ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി തിരിച്ചു വന്നതാണ് നീയെങ്കിൽ നിനക്കകത്തേക്ക് കയറിപ്പോകാം. പശ്ചാത്താപം ഉള്ളിലുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ നിന്നെ എനിക്ക് കാണണ്ട. സീത ഞെട്ടിപ്പോയി. അവളുടെ മുഖം കുനിഞ്ഞു. പശ്ചാത്താപമുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളൂ, രമേശ് സീതയോട് പറഞ്ഞു. ഞാൻ തിരിച്ചു പോയിക്കോളാം. രമേശ്, സീത പൊട്ടിക്കരഞ്ഞു. രമേശു എന്നോട് ഇങ്ങനെയാണോ പറയണത്? മറ്റെന്താ ഞാൻ പറയുക? നിസ്സഹായ ഭാവത്തിൽ രമേശ് കൈമലർത്തി. സീതയുടെ അമ്മ ആഗ്രഹിക്കുന്നത് നിന്റെ പശ്ചാത്താപമാണ്. ഏതെങ്കിലും തരത്തിൽ നിനക്ക് പശ്ചാത്താപമുണ്ടെങ്കിൽ ഞാൻ എന്ത് വിചാരിക്കും, എന്ത് ചെയ്യും എന്ന യാതൊരു ശങ്കയും കൂടാതെ സമ്മതിച്ചോളാനാ പറഞ്ഞത്. എനിക്ക് വേണ്ടി താൻ ആത്മവഞ്ചനയൊന്നും ചെയ്യണ്ട. ഞാൻ ചെയ്തതിൽ എനിക്കൊരു പശ്ചാത്താപവുമില്ല. കുനിഞ്ഞ മുഖത്തോടെയാണ് സീത പറഞ്ഞത്. എങ്കിൽ മുഖം ഉയർത്തിപ്പിടിച്ച് അമ്മയോടതങ്ങ് പറഞ്ഞോളൂ, രമേശ് ഉപദേശിച്ചു. പശ്ചാത്താപമില്ലെങ്കിൽ നിനക്ക് തിരിച്ചു പോകാം, സ്നേഹ പറഞ്ഞു. നിന്റെ അച്ഛൻ്റെ ഇച്ഛയെ കണ്ടിച്ചോണ്ടാ നീ ഇറങ്ങിപ്പോയത്. എന്നെ നിഷേധിച്ചത് ഞാൻ പൊറുക്കും. പക്ഷേ ആ മരിച്ചുപോയ ആ പുണ്യാത്മാവിനെ നിഷേധിച്ചത് എനിക്ക് താങ്ങാനാവില്ല. അദ്ദേഹത്തെക്കാൾ വലുതല്ല എനിക്ക് എൻ്റെ മക്കൾ. അമ്മേ, സീത ഏങ്ങിക്കരഞ്ഞു. മാത്രമല്ല, അളന്നളന്നെന്നോണം സ്നേഹ തുടർന്നു. നിന്റെ തെറ്റിനെ അംഗീകരിച്ചാൽ നിന്റെ അനിയത്തിക്ക് അതൊരു വളമാകും. എനിക്ക് എങ്ങനെ അവളെ ശിക്ഷിക്കാനാവും? അവളെക്കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതിൽ പിടിച്ച ഞാനിപ്പോൾ ജീവിക്കണത്. അവൾ കൂടി എന്നെ നിഷേധിച്ചിറങ്ങിപ്പോയാൽ. ഒരു നിമിഷം കഴിഞ്ഞാണ് സ്നേഹ ആ വാചകം പൂർണ്ണമാക്കിയത്. ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല സീത. രമേശ് സീതയുടെ അടുത്ത് നടന്നു വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. നമുക്ക് പോകാം, അതാണ് നല്ലത്. സീത രമേശിനെ നോക്കി. പിന്നെ മുഖം പൊത്തിപ്പിടിച്ച് ഏങ്ങി കരഞ്ഞു. സ്നേഹയുടെ പിന്നിലായി നിൽക്കുന്ന രാധയുടെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. രമേശ് സീതയെ ചേർത്ത് പിടിച്ചു. അവളെയും കൊണ്ട് കാറിനടുത്തേക്ക് നടന്നു. ഡോർ തുറക്കും മുമ്പ് രമേശ് സീതയുടെ കാതിൽ പറഞ്ഞു, സാരയില്ല, നിനക്ക് ഞാനുണ്ട് എന്നും. ആ നിമിഷം വിശ്വപ്രഭയുടെ ഫ്രണ്ട് ഡോർ ശബ്ദത്തോടെ അടയ്ക്കപ്പെട്ടു. രോഷത്തിൽ ആ അടഞ്ഞ വാതിലിലേക്കൊന്ന് നോക്കിയിട്ട് രമേശ് സീതയുടെ കൈ പിടിച്ച് കാറിൽ കയറി. വിഷമിക്കരുത്, അപ്പോഴും അയാൾ പറഞ്ഞു. മാപ്പർഹിക്കാത്ത ഒരു തെറ്റും നീ ചെയ്തിട്ടില്ല. അടഞ്ഞ വാതിലിനകത്തേക്ക് സ്നേഹപ്രഭ മുഖം പൊത്തി കരയുകയായിരുന്നു. അമ്മ എന്തിനാ ഇങ്ങനെ സ്വയം പീഡിപ്പിക്കണത്? രാധ ചോദിച്ചു. മാപ്പ് കൊടുക്കാമായിരുന്നില്ലേ അമ്മയ്ക്ക്? അച്ഛൻ്റെ ആത്മാവും അതുതന്നെയാവും ആഗ്രഹിക്കുന്നത്. അവളെ കാണും മുമ്പ് ഞാനും അതുതന്നെ ആഗ്രഹിച്ചത്. കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകണമെന്നും തീരുമാനിച്ചിരുന്നു. പക്ഷേ ചെയ്തത് ശരിയാണെന്ന മട്ടിൽ അവനും അവളും സംസാരിച്ചപ്പോൾ എൻ്റെ തീരുമാനമെല്ലാം തകിടം മറിഞ്ഞു. സ്നേഹ വിങ്ങിപ്പൊട്ടി. തിരിച്ചു വിളിക്കണമെന്ന് ഇപ്പോൾ അമ്മ ആഗ്രഹിക്കുന്നുണ്ടോ? രാധ ചോദിച്ചു. എങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കാം. സീതയ്ക്ക് മാപ്പ് കൊടുക്കണേ അമ്മേ എന്ന് അപേക്ഷിക്കാൻ വെമ്പിയതാ ഞാൻ. പക്ഷേ അതും അമ്മയെ ദേഷ്യം പിടിപ്പിച്ചാലോ എന്ന് ഭയന്നു.
നന്നായി അത്, സ്നേഹ പറഞ്ഞു. അവളെ സ്നേഹിക്കാൻ അവനുണ്ടല്ലോ. എത്ര കരുതലോടും സ്നേഹത്തോടെയാണ് അവൻ അവളെ വിളിച്ചോണ്ട് പോയത്. ഒരിക്കൽ ഞാനും ഇങ്ങനെ ഇറങ്ങിപ്പോയതാണ് നിന്റെ അച്ഛനോടൊപ്പം. അതിൻ്റെ ശിക്ഷയായി എനിക്ക് കിട്ടിയത്. സാരയില്ല, അതുകൊണ്ട് ആ ശിക്ഷ അവസാനിച്ചാൽ മതി. പകരം നീ കൂടി അമ്മേ. ഇപ്പോഴത്തെ എൻ്റെ ഭയം അതാണ്. പെട്ടെന്ന് രാധ സ്നേഹയുടെ വായി പൊത്തിപ്പിടിച്ചു. മതി കാട് കയറിയത്. ദാ ഇപ്പോഴേ ഞാൻ വാക്ക് തരുന്നു, അമ്മ പറയുന്നതിനപ്പുറം എനിക്കൊരു ജീവിതമില്ല. ഈ ജന്മം അവിവാഹിതയായി കഴിയണോ ഞാൻ? അതിനും തയ്യാറാ. അവിവാഹിതയായി കഴിയുകയല്ല, വിവാഹിതയായി സന്തോഷത്തോടെ കഴിയുകയാണ് വേണ്ടത്. പക്ഷേ ആ വിവാഹത്തിന് ഞാനും നിന്റെ ഒപ്പം ഉണ്ടാകണം. എന്നെ എൻ്റെ മകൾ ഉപേക്ഷിച്ചു പോകുന്നത് എനിക്ക് സങ്കല്പിക്കാനേ പേടിയാവുന്നു. ഒരിക്കലുമില്ല. സ്നേഹയുടെ കൈ പിടിച്ച് ആ കൈത്തണ്ടയിൽ ചുംബിച്ചു രാധ. എൻ്റെ അമ്മയെ വിട്ട് ഒരിടത്തും ഞാൻ പോവില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സ്നേഹ ആ മുഖം തുടച്ചു കൊടുത്തു. മതി, അമ്മയ്ക്ക് അത്രയും മതി. രാധ അപ്പോൾ തൻ്റെ സഹപാഠിയും ഡോക്ടർ ഹരിലാലിൻ്റെ മകനുമായ ജീവൻലാലിനെ കുറിച്ചാണ് ഓർത്തത്. അടുത്ത കാലം വരെ ജീവൻ രാധയുടെ ഐഡിയൽ ഫ്രണ്ടായിരുന്നു. ആണും ആണും തമ്മിലോ പെണ്ണും പെണ്ണും തമ്മിലോ പോലുള്ള സൗഹൃദം. എന്നാൽ ഒരാഴ്ച മുമ്പ് രാധയുടെ പിറന്നാളിന് ജീവൻ അയച്ച ബർത്ത്ഡേ കാർഡ് അവളിൽ വല്ലായ്മയുണ്ടാക്കി. ജീവൻ സ്വയം പെയിന്റ് ചെയ്ത കാർഡാണ്. വിജനമായൊരു പുൽമേട്ടിൽ സായാഹ്നത്തിൻ്റെ വെളിച്ചം. അവിടെ ഒരു പുരുഷ നിഴൽ, താഴെ ഒരു കുറിപ്പ്. ഐ ആം ലോൺലി. ഞാൻ തനിച്ചാണ്. അതിന് എന്തോ അധികമായ അർത്ഥമുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പിന്നീട് രാധ കോളേജിൽ വെച്ചല്ലാതെ ജീവനെ കണ്ടിട്ടേയില്ല. മനഃപൂർവ്വം മാറി നടക്കുകയാണ്. 2 വട്ടം വീട്ടിലേക്ക് ഫോൺ ചെയ്തു. ജീവന്റെ സ്വരം തിരിച്ചറിഞ്ഞതും സൂത്രത്തിൽ അവൾ ലൈൻ കട്ട് ചെയ്തു. മുകളിലെ കിടക്കറയിലെത്തിയപ്പോൾ സ്നേഹ രാധയോട് പറഞ്ഞു, നോക്കുമോളെ, നീ ഫോണിൽ സീതയെ വിളിച്ച് അവളോട് വിഷമിക്കരുതെന്ന് പറഞ്ഞേക്കൂ. ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട, നിന്റെ സ്വന്തം ഒരു സാന്ത്വനമായിട്ട് പറഞ്ഞാൽ മതി. ലോല ഹൃദയമാണ് അവളുടേത്. എനിക്ക് വല്ലാത്തൊരാദി. രാധ കണ്ണീരിൽ പുഞ്ചിരിച്ചു. അമ്മയെ തഴുകി. സാരയില്ലേ അമ്മേ, സീതയ്ക്ക് രമേശ് ചേട്ടനില്ലേ? ഏത് ദുഃഖത്തിലും മൂപ്പര് അവളെ സാന്ത്വനിപ്പിച്ചോളൂ. അല്പനേരം ആലോചിച്ച് നിന്നിട്ട് സ്നേഹ ഒന്ന് ശക്തിയിൽ നിശ്വസിച്ചു. പിന്നെ ആശുപത്രിയിൽ പോകാനായി ഒരുങ്ങി. ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി ആശുപത്രിയിൽ നിന്നും മടങ്ങാൻ നേരം MD വിളിച്ചു. സീത വീട് വിട്ടു പോയ ശേഷം കഴിയുന്നതും അയാളെ അഭിമുഖീകരിക്കാതിരിക്കാനാണ് സ്നേഹ ശ്രമിക്കുക. ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ MD ആകുമ്പോൾ അത് അസാധ്യമാണ് താനും. ഒരു പേഴ്സണൽ കാര്യം പറയാനാണ് വിളിച്ചത്. MD ഡോക്ടർ ഹരിലാൽ സ്നേഹയോട് പറഞ്ഞു. സ്നേഹ അമർഷം കടിച്ചമർത്തി. സ്നേഹ സീതയുടെ ഇറങ്ങിപ്പോയതിനു ശേഷം തരം കിട്ടുമ്പോഴൊക്കെ ആ വിഷയം അവതരിപ്പിച്ച് ഗൂഢമായി വേദനിപ്പിക്കുക അയാളുടെ ഒരു ഹോബിയാണ്. ഇപ്പോഴും അവിടേക്കാണ് അയാൾ വന്നത്. സീതയും ഭർത്താവും വന്നിട്ട് സ്നേഹപ്രഭ അവരെ വീട്ടിൽ കയറ്റിയില്ലെന്ന് കേട്ടു. ആര് പറഞ്ഞു? സ്നേഹയുടെ മുഖം ചുവന്നു. എൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കേറിയാൻ നിങ്ങൾ ആരെയെങ്കിലും നിയോഗിച്ചിരുന്നോ? സ്നേഹ എന്താ ഇങ്ങനെ പരുഷമായി സംസാരിക്കുന്നത്? മറ്റുള്ളവരുടെ മുറിവിൽ വിരലമർത്തി രസിക്കാൻ നോക്കരുത് ഡോക്ടർ. നിങ്ങൾക്കതൊരു വിനോദമാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ സഹനശേഷി കുറഞ്ഞിരിക്കുന്നു. ഈ ഒരു നിസ്സാര കാരണത്തിൻ്റെ പേരിൽ ഞാൻ ചിലപ്പോൾ ഈ ആശുപത്രിയിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വരും. ഹരിലാൽ ഒന്ന് നടുങ്ങി. യാതൊരു തരത്തിലും ഡോക്ടർ സ്നേഹപ്രഭയെ പറഞ്ഞയക്കാൻ അയാൾ ആഗ്രഹിച്ചിരുന്നില്ല. സോറി സ്നേഹ, ഡോക്ടർ ക്ഷമാപണം ചെയ്തു. സ്നേഹ ഇത്ര ഇമോഷണൽ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി മേലാൽ ഞാൻ ഈ വിഷയം സംസാരിക്കുകയില്ല. നിങ്ങളുടെ ഒരു വെൽവിഷർ എന്ന നിലയ്ക്ക് മാത്രമാണ് ഞാൻ ഇടയ്ക്കിടെ കുടുംബകാര്യങ്ങളൊക്കെ തിരക്കുന്നത്. വാക്കുകൊണ്ടെങ്കിലും സ്നേഹയ്ക്കൊരു സാന്ത്വനം നൽകാമെന്ന് കരുതി. സാന്ത്വനം ആഗ്രഹിക്കാത്തൊരു സ്ത്രീയാണ് ഞാൻ. അറുത്തു മുറിച്ചാണ് സ്നേഹപ്രഭ പറഞ്ഞത്. എൻ്റെ ഭർത്താവ് മരിച്ച ആ നാൾ തൊട്ട് വിധവയായ സ്ത്രീയോടുള്ള പുരുഷൻ്റെ സമീപനത്തിലെ കാപട്യം കാണുന്നതാണ് ഞാൻ. എനിക്കൊരു പുരുഷൻ്റെ സാന്ത്വനം വേണ്ട. പുരുഷനോട് സ്നേഹയ്ക്ക് വെറുപ്പാണില്ലേ? അതുകൊണ്ടാവും മകളുടെ പുരുഷനെ പോലെ അകറ്റി നിർത്തുന്നത്. അല്ല, സ്നേഹയുടെ മുഖം തിളച്ചു. ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കുറേയെങ്കിലും പുരുഷന്മാരുണ്ട്. പക്ഷേ സ്ത്രീയുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്യുന്ന പുരുഷന്മാരെ എനിക്ക് വെറുപ്പാണ്. അവരെ ഞാൻ മനഃപൂർവ്വം അകറ്റി നിർത്തും. പറഞ്ഞതും അവൾ നടന്നു കഴിഞ്ഞിരുന്നു. എല്ലാം കേട്ട് അവരുടെ പിന്നിൽ നേഴ്സിംഗ് ഹെഡായ സരോജ ഭാസ്കർ നിൽപ്പുണ്ടായിരുന്നു. സരോജയ്ക്ക് ഡോക്ടർ ഹരിലാലിനെ നന്നായിട്ടറിയാം. പല കാര്യങ്ങൾക്കും ഡോക്ടർ ഹരിലാലിൻ്റെ സഹായിയുമാണ് സരോജ. എന്താ ഡോക്ടർ, ഇത്ര നാളായിട്ടും അങ്ങ് കൊത്തുന്നില്ല അല്ലേ?
സരോജം കളിയാക്കി ചോദിച്ചു. ഹരിലാലിൻ്റെ മുഖം ചുവന്നു. ആര് പറഞ്ഞു? ഇങ്ങോട്ട് കൊത്താനാ വരുന്നത്. പക്ഷെ ഞാൻ അടുപ്പിക്കാറില്ല. അതൊരു ശുദ്ധ പുളുവാണെന്ന് സരോജത്തിന് അറിയാമായിരുന്നു. ഏതായാലും ഒരു ദിവസം അംഗം ഉണ്ടാവും. സരോജം ഊറി ചിരിച്ചു. എന്തിന്? ഹരിലാൽ പുരികം ചുളിച്ചു. ഡോക്ടർ സ്നേഹയുടെ ഇളയ മകൻ പിടിച്ചിരിക്കുന്ന പുളിങ്കൊമ്പ് ഡോക്ടറുടെ മകൻ ജീവൻ മോനാ. ഡോക്ടർ ഹരിലാൽ ഞെട്ടിപ്പോയി. സ്വാതന്ത്ര്യമുണ്ടെന്ന് വെച്ച് അസബന്ധം പറയരുത്, ഡോക്ടർ താക്കീത് നൽകി. അസബന്ധമല്ല ഡോക്ടർ, സരോജ ഭാസ്കർ ചമ്മലോടെ പറഞ്ഞു. ഡോക്ടറുടെ മകനും ഡോക്ടർ സ്നേഹപ്രഭയുടെ മകളും ഒരുമിച്ചാ എപ്പോഴും യാത്ര. പർച്ചേസിനുമൊക്കെ ഒരുമിച്ചാണത്രേ പോക്ക്. ഹോസ്പിറ്റലിൽ അത് പാട്ടാ. ഡോക്ടറുടെ കാതിൽ മാത്രമാ എത്താത്തത്. ഡാഡി അമ്മയുടെ പിന്നാലെയും മോൻ മകളുടെ പിന്നാലെയുമാണെന്നാ അറ്റൻഡർമാർ പിറുവിറുക്കുന്നത്. ഡോക്ടർ ഹരിലാലിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അത് കണ്ടപ്പോൾ സരോജത്തിന് പറയേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. ഹരിലാലിന് മകനോട് സംസാരിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അച്ഛനും മകനും തമ്മിൽ യാതൊരു അടുപ്പവുമില്ലായിരുന്നു. അവർക്കിടയിലെ മീഡിയേറ്റർ ഹരിലാലിൻ്റെ പത്നിയും ജീവൻ്റെയും അനിയത്തി ലക്ഷ്മിയുടെയും മമ്മിയായ പത്മിനിയായിരുന്നു. ഇതോർത്ത് നിങ്ങൾ വെറുതെ ബേജാറാവണ്ട, തമാശ ചിരിയോടെ പത്മിനി ഹരിലാലിനെ സമാധാനിപ്പിച്ചു. അവർ തമ്മിൽ അങ്ങനെ യാതൊന്നുമില്ല. നല്ല ഫ്രണ്ട്സാണവർ, അത്രയേ ഉള്ളൂ. അവൻ്റെ മാത്രമല്ല, ലക്ഷ്മിയുടെയും ഫ്രണ്ടാണ് രാധ. നമ്മുടെ ആളുകൾക്ക് അതൊന്നും മനസ്സിലാവില്ലല്ലോ. ആണും പെണ്ണും തമ്മിൽ ഒരേ ഒരു ബന്ധമല്ലേ അവർക്ക് കാണാൻ കഴിയൂ. മറിച്ചൊരു വാർത്ത വരില്ലല്ലോ? ഹരിലാൽ ചോദിച്ചു. മറിച്ച് വന്നാലും കുഴപ്പമെന്താ? പത്മിനി ചോദിച്ചു. രാധ ഒരു നല്ല കുടുംബത്തിലെ കുട്ടിയല്ലേ, നല്ല അച്ഛൻ്റെയും അമ്മയുടെയും മോളല്ലേ. അതെങ്ങനെയായാലും മറിച്ചൊരു വാർത്ത ഞാൻ കേൾക്കരുത്. എനിക്കത് അംഗീകരിക്കാനാവില്ല. അഡ്വാൻസായേ പറഞ്ഞേക്കാം, ഹരിലാൽ പറഞ്ഞു നിർത്തി. അച്ഛൻ്റെ ആ മുന്നറിയിപ്പ് കുസൃതി മട്ടിലാണ് അമ്മ പത്മിനി ജീവനെ അറിയിച്ചത്. ജീവനിൽ അത് അമ്പരപ്പുണ്ടാക്കി. തൻ്റെ മനസ്സിലുണ്ടായ പുതിയ മാറ്റത്തെപ്പറ്റി രാധയെ അറിയിക്കാൻ സന്ദർഭം കാത്തിരിക്കുകയായിരുന്നു അവൻ. ഒടുവിൽ അവൻ തന്നെ ധൈര്യപ്പെടുത്തി. ഇല്ല, അച്ഛൻ്റെ താക്കീത് തന്നെ ബാധിക്കില്ല. പിറ്റേന്ന് മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ ജീവന് രാധയെ തനിച്ച് കിട്ടി. രാധ, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. പറയൂ. നിവൃത്തിയില്ലാതെയാണ് അവൾ സമ്മതിച്ചത്. രാധ എൻ്റെ ഫ്രണ്ട് മാത്രമല്ല, ലൈഫ് പാർട്ട്ണറുമാവണം, ജീവൻ അറിയിച്ചു. തന്നെ കൂടാതെ എനിക്ക് വയ്യാതായിരിക്കുന്നു. രാധയുടെ മുഖത്ത് അത്ഭുതമൊന്നും വിരിഞ്ഞില്ല. പക്ഷെ കണ്ണുകളിൽ വ്യസനം തിങ്ങി. എന്തേ രാധ, ഞാൻ അരുതാത്തതാണോ പറഞ്ഞത്? ജീവൻ ചോദിച്ചു. അല്ല, ഒരു നിമിഷം കഴിഞ്ഞാണ് രാധ ശബ്ദിച്ചത്. എന്നാൽ എനിക്കിത് അരുതാത്തതാണ്. അതെന്താ? എൻ്റെ അമ്മയുടെ ഇഷ്ടപ്രകാരമേ ഞാൻ വിവാഹം കഴിക്കൂ, അമ്മ ചൂണ്ടിക്കാട്ടുന്ന പുരുഷനെ. അപ്പോൾ രാധയ്ക്ക് എന്നോട് താല്പര്യമില്ലേ? അതേക്കുറിച്ചൊന്നും ജീവൻ അറിയണ്ട. എൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വിവാഹം നിശ്ചയിക്കുന്നത് അമ്മയായിരിക്കും. അമ്മ നിശ്ചയിക്കുന്ന പുരുഷനായിരിക്കും വരനും. അതിന് മാറ്റമില്ല. എൻ്റെ കാര്യത്തിൽ തൻ്റെ അമ്മ താല്പര്യം പറഞ്ഞാലോ? അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. എൻ്റെ അമ്മ നിശ്ചയിക്കുന്ന ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് തീർത്തും ഫൂളിഷായൊരു തീരുമാനമല്ലേ? സ്വന്തം അഭിപ്രായമോ തീരുമാനമോ ഇല്ലാതിരിക്കുക. ഇന്നത്തെ ഒരു പെണ്ണല്ലേ താൻ? ഒരു മെഡിക്കോ? എന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയണ്ട. ദേഷ്യത്തിൽ മുഖം തിരിച്ചു ജീവൻ. ജീവൻ അറിയോ, അമ്മയെ ധിക്കരിച്ചുകൊണ്ടാണ് സീത ഇറങ്ങിപ്പോയത്. ഞാനും അങ്ങനെ ചെയ്താൽ അമ്മ പിന്നെ ജീവിച്ചിരിക്കില്ല. എനിക്കറിയാം. ഞങ്ങൾക്ക് വേണ്ടിയാണ് അമ്മ ജീവിച്ചത്. അച്ഛൻ മരിച്ചപ്പോൾ പാരീസിൽ വെച്ച് 3 വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചതാണത്രേ. അച്ഛൻ്റെ ഫ്രണ്ടായ കൃഷ്ണകുമാർ അങ്കിളാണ് പറഞ്ഞത്. അവരുടെയൊക്കെ ഉപദേശത്തിലാണ് അമ്മ വീണ്ടും ജീവിതത്തിലേക്ക് വന്നത്. രാധ കണ്ണു തുടച്ചു. ഓക്കെ, ജീവൻ സമ്മതത്തിൽ തലകുലുക്കി. ഞാൻ വന്ന് രാധയുടെ അമ്മയെ കാണാം. അമ്മയ്ക്ക് സമ്മതമായാൽ പിന്നെ വിരോധമില്ലല്ലോ. നോ ജീവൻ, രാധ ശബ്ദമുയർത്തി. ഇപ്പോൾ ഇങ്ങനൊരു ആവശ്യവുമായി ജീവൻ അമ്മയെ ചെന്ന് കാണരുത്. സീത ഇറങ്ങിപ്പോയതിൻ്റെ നൊമ്പരം ഇപ്പോഴും ഉള്ളിൽ തിണർത്ത് കിടക്കുക. ഇപ്പോൾ ജീവൻ ചെന്നാൽ ഞാൻ പറഞ്ഞയച്ചതായേ ധരിക്കൂ. നമ്മൾ തമ്മിലുള്ള ബന്ധവും അമ്മയ്ക്കറിയാലോ. പിന്നെ ഞാൻ എന്താ വേണ്ടത്? ജീവന്റെ സ്വരത്തിൽ അസഹ്യത നിറഞ്ഞു. രാധയെ ഞാൻ മറക്കണോ? എത്ര നല്ല സുഹൃത്തുക്കളായിരുന്നു നമ്മൾ. രാധയ്ക്ക് എന്നെ ശരിക്കറിയാമല്ലോ. എൻ്റെ മനസ്സിൽ ഇങ്ങനൊരാഗ്രഹം വന്നത് അത്ര വലിയൊരു തെറ്റാണോ എന്ന് ഞാൻ പറയില്ല. രാധ മുഖം കൊനിച്ചു. എന്നാലും ജീവൻ എന്നെ മറക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത്. എങ്കിൽ ഞാൻ മരിക്കാം.
ജീവന്റെ മുഖം ഇരുണ്ടു. വികാരാവേശത്തിൽ പറയുന്നതാണെന്ന് രാധയ്ക്ക് തോന്നി. എന്നിട്ടും അത് അവളെ വേദനിപ്പിച്ചു. മറക്കുകയേ നിവർത്തിയുള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞത്, രാധ വിശദീകരിച്ചു. കുറച്ചു കാലത്തേക്ക് ജീവൻ എന്നിൽ നിന്ന് അകന്നു നിൽക്കുക. നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് അമ്മയ്ക്ക് ബോധ്യം വരുമ്പോൾ ജീവൻ വന്ന് സാധാരണ മട്ടിൽ കല്യാണം ആലോചിക്കുക. നടക്കില്ല എന്ന് രാധയുടെ അമ്മ പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? ജീവൻ അറിയാലോ എൻ്റെ അവസ്ഥ. അപ്പോൾ നിനക്ക് എന്നെ വേണ്ട, രോഷത്തോടെ ജീവൻ പറഞ്ഞു. പക്ഷേ മറ്റൊരു വിവാഹം ചെയ്ത് സന്തോഷമായി കഴിയാമെന്ന് നീ കരുതണ്ട. ബിക്കോസ് എനിക്കത് സഹിക്കില്ല. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ ഓടിച്ചു പോയി. രാധയ്ക്ക് പക്ഷെ ദേഷ്യമോ വെറുപ്പോ തോന്നിയില്ല. അവൾക്ക് അവനെ മനസ്സിലാകുമായിരുന്നു. മാത്രമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ജീവനോട് സ്നേഹവും ഉണ്ടായിരുന്നു. എന്നാൽ ജീവനേക്കാളും രാധയ്ക്ക് വലുത് അമ്മയായിരുന്നു. വീട്ടിൽ നിന്നിറങ്ങിപ്പോയ സീത തികച്ചും തകർന്നിരുന്നു. അമ്മയുടെയും അനുജത്തിയുടെയും ലോകത്തു നിന്ന് എന്നേക്കുമായി പുറത്താക്കപ്പെട്ടത് അവൾക്ക് സഹിക്കാനായില്ല. രമേശിൻ്റെ സാന്ത്വനങ്ങൾ ആദ്യമൊന്നും അവളെ സ്പർശിച്ചതേയില്ല. സീതയും കൊണ്ട് രമേശ് സദാ ചുറ്റിയടിച്ചു. ഒരു നിമിഷം പോലും ആലോചിച്ച് വ്യസനിക്കാൻ അവളെ അയാൾ അനുവദിച്ചില്ല. 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സീത നോർമലായി ചിരിക്കാനും തമാശ പറയാനും ഒക്കെ ആരംഭിച്ചു. എന്നാൽ മാഷിൽ അതൊക്കെ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയത്. ഇങ്ങനെയുണ്ടോ ഒരു ഭാര്യാദാസൻ? ചെറുപ്പക്കാരികളായ 3 സഹോദരിമാർ വീട്ടിലുണ്ട്. കാല് തളർന്ന് വീൽ ചെയറിൽ ഒരേട്ടനും. അതൊന്നും ഇവനറിയണ്ടല്ലോ. നാണമില്ലാതെ ഭാര്യയും കൂട്ടി ചുറ്റിയടിക്കുക. അച്ഛൻ്റെ ജൽപ്പനങ്ങളിൽ ചിലതൊക്കെ ഇടയ്ക്കിടെ രമേശിൻ്റെ കാതിലുമെത്തി. വീട്ടിൽ നിന്നുള്ള അയാളുടെ അകൽച്ച ഒന്നുകൂടി വർദ്ധിച്ചതേ ഉള്ളൂ. ഭക്ഷണം ഏറെക്കുറെ ഹോട്ടലിൽ നിന്നാക്കി. അതിനിടയിൽ അവധിയായി പ്രഖ്യാപിച്ച രമേശിൻ്റെ 10 ദിവസങ്ങളും അവസാനിച്ചു. പിറ്റേന്ന് തന്നെ ഷൂട്ടിങ്ങിന് എത്തണമെന്ന് അറിയിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും പ്രൊഡ്യൂസറും ഡയറക്ടറും മാറി മാറി വിളിച്ചു. ഒരു ദിവസം മുമ്പേ കോസ്റ്റ്യൂംസിൻ്റെ അളവെടുക്കാൻ ആളുമെത്തിയിരുന്നു. ഡയറക്ടറെ കാൾ അറ്റൻഡ് ചെയ്ത ശേഷം രമേശ് സീതയോട് പറഞ്ഞു, വരണ മാസം ആദ്യം എനിക്കൊരു വിദേശയാത്രയുണ്ട്, സ്റ്റേറ്റ്സിലേക്ക്. ഞാനും വരാം. അടുത്ത വായിക്ക് സീത അറിയിച്ചു. ഇക്കുറി വേണ്ട മോളെ, രമേശ് അനുനയത്തിൽ പറഞ്ഞു. തിരക്കിട്ട ഷൂട്ടിംഗ് ആയിരിക്കും. ഒറ്റ ദിവസം പോലും ഫ്രീ ആയിരിക്കില്ല. മോൾക്ക് വല്ലാതെ ബോറടിക്കും. ഇവിടെയാണെങ്കിലും ബോറടിക്കില്ലേ? സീത പറഞ്ഞു നോക്കി. അവിടെയാണെങ്കിൽ രമേശ് ഒപ്പം ഉണ്ടാവുമല്ലോ. എനിക്കത് മതി. രമേശ് ഒന്ന് കുഴങ്ങി. പിന്നെ പെട്ടെന്ന് പറഞ്ഞു, ഇവിടെ ബോറടിക്കാതിരിക്കാനുള്ള വഴി ഞാനുണ്ടാക്കിയാൽ പോരെ? എൻ്റെ എല്ലാ പടങ്ങളും CD ഡിസ്കുകൾ ഇവിടെ എടുത്തു വെക്കാം. സീത കാണാത്ത കുറേ എണ്ണം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കണ്ടുവെക്കുക. എന്നിലെ നടനെ ഒന്ന് വിലയിരുത്താമല്ലോ. സീതയ്ക്കതൊരു നല്ല നിർദ്ദേശമായി തോന്നിയില്ല. അവൾ ചോദിച്ചു, എങ്കിൽ ഈ പടം അങ്ങ് വേണ്ടാന്ന് വെച്ചൂടെ? സ്റ്റേറ്റ്സിൽ വെച്ച് വേറെയും പടങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അതിന് രമേശിന് മറുപടി ഉണ്ടായിരുന്നു. അങ്ങനെയല്ല മോളെ, അയാൾ പറഞ്ഞു. എൻ്റെ ഏറ്റവും നല്ല പടങ്ങളൊക്കെ ചെയ്ത ചന്ദ്രശേഖരനാ ഇതിൻ്റെ ഡയറക്ടർ. സബ്ജക്റ്റും ഗംഭീരം. കൂടെ അഭിനയിക്കുന്നതാണെങ്കിൽ നമ്മുടെ ശോഭിത. സീതയ്ക്ക് കൂടി അറിയാവുന്ന വ്യക്തി എന്ന നിലയ്ക്കാണ് രമേശ് നമ്മുടെ ശോഭിത എന്ന് പറഞ്ഞത്. എന്നാൽ സീതയുടെ മുഖം സ്വിച്ച് ഓഫ് ആക്കിയതുപോലെ കറുത്തു. എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് തൻ്റെ അനിഷ്ടം മുഖത്തു നിന്ന് ഒളിക്കാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് രമേശ് ഒരു അനുബന്ധം ചേർത്തു. സീതയ്ക്കറിയാലോ, ഞങ്ങൾ ഒന്നിച്ചുള്ള എല്ലാ പടങ്ങളും ഹിറ്റുകളാണെന്ന്. ഇതും ഒരു സൂപ്പർ ഹിറ്റായിരിക്കും എന്നതിന് സംശയമില്ല. നമ്മൾ ഒന്നിച്ച ശേഷമുള്ള ആദ്യ പടമല്ലേ, അത് വിടണോ? സീതയുടെ മുഖം തെളിഞ്ഞില്ല. രമേശിനെയും ശോഭിതയും ചേർത്ത് മുൻപ് ഗോസിപ്പുകൾ വന്നതായി അവൾക്കറിയാം. ഒന്നിച്ചിട്ടുള്ള ഹിറ്റുകളുടെ കാലത്താണ്. ഒരു പക്ഷേ ശോഭിത ഒപ്പമുള്ളത് കൊണ്ടാണോ താൻ പോരണ്ട എന്ന് രമേശ് അടിച്ചത്? സീതയെ ആ ശങ്ക നീട്ടി. പക്ഷേ ആ പടം ഉപേക്ഷിച്ചു എന്ന് നിർബന്ധിച്ച് ചീപ്പാകാനും അവൾക്ക് വിഷമമുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചാൽ രമേശ് ആത്മാർത്ഥമായും സത്യസന്ധമായും മറുപടി പറയുമോ? സീത ചോദിച്ചു. സീതയോട് ഞാൻ ആത്മാർത്ഥമായും സത്യസന്ധമായും ഇടപെടാറുള്ളൂ, രമേശ് പറഞ്ഞു. എങ്കിൽ ചോദിക്കാം. സീത ഒരു ചമ്മിയ ചിരിയോടെ ഉമിനീരിറക്കി. ഇത്രയും സൂപ്പർ ഹിറ്റുകൾ ഉണ്ടായിട്ടും രമേശ് എന്തേ ശോഭിതയെ വിവാഹം കഴിക്കുന്നതിനെ പറ്റി ചിന്തിച്ചില്ല? 2 പേരും അവിവാഹിതരായിരുന്നല്ലോ. അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല എന്ന് പറഞ്ഞാൽ സീത വിശ്വസിക്കുമോ? ഏതായാലും ശോഭിതയിൽ അങ്ങനെ ഒരു നീക്കം ഞാൻ കണ്ടില്ല. അവൾക്ക് മറ്റൊരാളുണ്ടായിരുന്നു താനും. അയാളും വരുന്നുണ്ടോ ഈ യാത്രയ്ക്ക്? ഒന്ന് പരിങ്ങിയ ശേഷമാണ് ഉണ്ട്, അവർ 2 പേരുമുണ്ട് എന്ന് രമേശ് പറഞ്ഞത്.
അത് കളവാണെന്ന് സീതയ്ക്ക് തോന്നി. അവളുടെ നെഞ്ചു നിറയെ മുള്ളുകളായി. എങ്കിലും ആ വിഷയം സീത തുടർന്നില്ല. സിനിമാക്കാരുടെ ജീവിതത്തെക്കുറിച്ച് രാധ പറഞ്ഞിട്ടുള്ളത് അവൾ ഓർത്തു. ആളുകൾ നല്ലവരായാൽ പോലും സാഹചര്യങ്ങൾ സംശയാസ്പദമാണ്. ദുർബല മനസ്കരെ പെട്ടെന്ന് അവിശ്വാസം പിടികൂടും. ആ അവസ്ഥയിലേക്ക് മനഃപൂർവ്വം എടുത്തു ചാടിയവൾ എന്ന നിലയ്ക്ക് താൻ വിശ്വസിച്ചേ മതിയാകൂ. സീത, രമേശ് സ്നേഹപൂർവ്വം അവളുടെ ചുമലിൽ തഴുകി. എന്താ തനിക്ക് പറ്റിയത്? എന്നെ സംശയമാണോ എൻ്റെ കുട്ടിക്ക്? നോക്ക്, എൻ്റെ നെഞ്ച് നിറയെ നീയാണ്, നീ മാത്രം. ഏതോ സിനിമയിലെ ഡയലോഗായാണ് അവൾക്കത് അനുഭവപ്പെട്ടത്. എങ്കിലും ആ ചുമലിലേക്ക് ചാഞ്ഞുകൊണ്ട് സീത മന്ത്രിച്ചു. നോ, എനിക്കൊരു സംശയവുമില്ല. രമേശിനെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ കൂടെ ഇറങ്ങിപ്പോന്നത്. രമേശിന് ആശ്വാസമായി. ഓർക്കാപ്പുറത്തൊരു സന്ധ്യയിൽ പ്രേമാനന്ദൻ വിശ്വപ്രഭയിലെത്തി. സ്നേഹ വീട്ടിലുണ്ടായിരുന്ന സമയമാണത്. എങ്കിലും രാധയാണ് അയാൾക്കായി വാതിൽ തുറന്നത്. പ്രേമാനന്ദനെ കണ്ടപ്പോൾ സ്നേഹിക്കും വലിയ സന്തോഷമായി. സീത നിരാശപ്പെടുത്തിയിട്ടും പ്രേം തങ്ങളെ കാണാൻ വീണ്ടും വന്നല്ലോ. വരാമെന്ന് പറഞ്ഞ് സന്തോഷമായാണ് പിരിഞ്ഞതെങ്കിലും സ്നേഹ ആ വാക്ക് വിശ്വസിച്ചിരുന്നില്ല. എന്തൊക്കെയുണ്ട് പ്രേം വിശേഷം? ഇനിയും താമസിപ്പിക്കാതെ പ്രേമും വിവാഹിതനാവണം. ഞാൻ വേണമെങ്കിൽ ഇവിടെ വല്ല പത്രത്തിലെ അറിയിപ്പ് കൊടുക്കാം. പ്രേം കുസൃതിയിൽ ചിരിച്ചു. വിവാഹത്തിന് മുമ്പ് എനിക്ക് മറ്റു ചില കാര്യങ്ങളുണ്ട്. അതെന്താ? ഞാൻ എൻ്റെ ബിസിനസ് ഇങ്ങോട്ട് തന്നെ പറിച്ചു നടുകയാണ്. ആ തീരുമാനം എന്തായാലും മാറ്റണ്ടെന്ന് വെച്ചു. വെരി ഗുഡ്, സ്നേഹപ്രഭ അറിയിച്ചു. ഞങ്ങൾക്ക് ഒരാളായല്ലോ. എൻ്റെ എല്ലാ സഹായവും പ്രാർത്ഥനകളും ഉണ്ടാവും. പക്ഷേ പ്രേമിൻ്റെ അച്ഛനും അമ്മയും അവൾ ഒറ്റപ്പെടില്ലേ എന്നേ എനിക്കുള്ളൊരു ശങ്കയുള്ളൂ. ഇല്ല, പ്രേമാനന്ദ് പറഞ്ഞു. അവരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോരുകയാണ്. എപ്പോഴായാലും ഗോവ വിട്ട് കേരളത്തിലേക്ക് പോരണമെന്ന ആഗ്രഹം. മൈ ഗോഡ്! സന്തോഷം കൊണ്ട് സ്നേഹപ്രഭ കൈകൾ നെഞ്ചിൽ ചേർത്തു. ഇതെൻ്റെ ഭാഗ്യമാണ് കേട്ടോ. മുറിയിൽ രാധയും ഉണ്ടായിരുന്നു. അവളും സന്തോഷവതിയായിരുന്നു. സീതയേക്കാൾ പ്രേമുമായി കൂടുതൽ അടുത്തിടപഴകിയിരുന്നവളും രാധയായിരുന്നു. എന്നാൽ സീതയില്ലാത്ത ഈ സാഹചര്യത്തിൽ അവൾക്ക് നേർത്ത ചമ്മലുണ്ടായി. അത്താഴം കഴിഞ്ഞാണ് പ്രേമാനന്ദ് മടങ്ങിയത്. നാളെ കഴിഞ്ഞ് ഞാൻ ഗോവയ്ക്ക് തിരിക്കും. വീണ്ടും വരിക ബിസിനസ് ആരംഭിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി ആവും. യാത്ര പറഞ്ഞ് അയാൾ ഇറങ്ങി. പ്രേമും അവൻ്റെ മാതാപിതാക്കളും എത്ര നല്ലവരാണ്, സ്നേഹപ്രഭ രാധയോട് പറഞ്ഞു. ഇല്ലെങ്കിൽ നമ്മളോട് ഇത്രയും സ്നേഹമായിരിക്കുമോ? സീതയുടെ പ്രവൃത്തി അവരെ ബാധിച്ചിട്ടേയില്ല. ഇതാണ് പരിഷ്കാരം. രാധയ്ക്ക് മറിച്ചൊരു അഭിപ്രായവുമില്ലായിരുന്നു. രമേശ് ചന്ദ്രൻ ഷൂട്ടിങ്ങിനായി സ്റ്റേറ്റ്സിന് പറക്കുന്നതിന് 2 നാൾ മുമ്പ് ഒരു സിനിമാ വാരികയുടെ പ്രതിനിധി അയാളെ കാണാനെത്തി. രമേശ് പക്ഷേ അപ്പോഴും വീട്ടിലുണ്ടായിരുന്നില്ല. 1 മണിക്കൂറിനുള്ളിൽ എത്തുമെന്ന അറിയിപ്പ് വന്നതിനാൽ പ്രതിനിധി ആ ബംഗ്ലാവിൻ്റെ ലോബിയിൽ കാത്തിരുന്നു. മാഷും ജയരാമനും ഉച്ചയുറക്കത്തിലായാൽ സീതയാണ് അയാളോട് സംസാരിച്ചത്. സീതയോട് സംസാരിക്കാൻ അയാൾക്കും വലിയ താല്പര്യമായിരുന്നു. വിവാഹത്തോടനുബന്ധിച്ച് ഒരു ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ പരിചയവും അവർ തമ്മിലുണ്ടായിരുന്നു. ഈ താരവഗ്നിയുമായി ഞങ്ങൾക്കൊരു സമഗ്രമായ ടോക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. സാർ സ്റ്റേറ്റ്സിലെത്തിയ ശേഷം ഒരു അപ്പോയിൻമെൻ്റ് തരണം, പ്രതിനിധി അഭ്യർത്ഥിച്ചു. അതിനെന്താ, തീർച്ചയായും, സീത സമ്മതിച്ചു. സൂപ്പർ താരങ്ങളുടെ പത്നിമാരിൽ ഇത്ര നന്നായി പെരുമാറുന്ന ഒരാളെ അയാൾ ആദ്യം കാണുകയായിരുന്നു. സീതയ്ക്കാണെങ്കിൽ അയാളിൽ നിന്ന് ഒരു കാര്യം ചോർത്താനുണ്ടായിരുന്നു. ഷോഫിതയ്ക്ക് ഒരു അഫെയർ ഉണ്ടല്ലോ ഒരു ഡോക്ടറുമായി. അതേക്കുറിച്ചൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ലല്ലോ. സീത തന്ത്രപൂർവ്വം ചൂണ്ടയിട്ടു. ഓ, അത് നടക്കാനൊന്നും പോകുന്നില്ല, പ്രതിനിധിയുടെ ഉദാസീനമായ മറുപടി. അങ്ങനെ എത്രയോ അഫേഴ്സ് കഴിഞ്ഞതാ. സീതയുടെ വയറ്റിൽ നിന്ന് ഒരു ഉഷ്ണവായു പ്രവാഹം നെഞ്ചിലേക്ക് ഉയർന്നു. ഈ യാത്രയിൽ ആ ഡോക്ടർ ഉണ്ടാവുമോ? തുടിക്കുന്ന സ്വരത്തിൽ അവൾ ആരാഞ്ഞു. എവിടോട്ട്? പ്രതിനിധി ചിരിച്ചു. യാത്രയിലൊക്കെ അവൾ തനിച്ചായിരിക്കും. ഒരായ പോലും കൂടെ കാണില്ല. അതാണ് അവളുടെ മേന്മയും. നല്ല നടിയാണ്, തൻ്റെ ഇടിയും. പക്ഷേ ആളൊരു നിംഫോമാനിയെ കാണും. മനസ്സിനിണങ്ങിയ നല്ല പുരുഷന്മാരെ കണ്ടാൽ ഷോഫിത വിടില്ലത്രേ. ഇന്നൊരാൾ, നാളെ മറ്റൊരാൾ. വിവാഹത്തെക്കുറിച്ച് ഇടയ്ക്കിടെ അനൗൺസ് ചെയ്യുമെന്നല്ലാതെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. മനഃപൂർവ്വമാണ് അയാൾ അത്രയും പരത്തി പറഞ്ഞത്. രാത്രി സീത രമേശിനോട് കൽപ്പിച്ചു, ഈ യാത്ര ക്യാൻസൽ ചെയ്യണം. രമേശിന് ഈ പടം വേണ്ട. കാരണം? രമേശ് നടുങ്ങിപ്പോയി. അത് സീത പറഞ്ഞില്ല. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഈ യാത്ര ഒഴിവാക്കണം. എന്നേക്കാൾ വലുതാണോ ഈ ഒരു പടം?
രമേശിന് ഉത്തരം മുട്ടി. അയാൾ വിയർത്തു. ആ മറുപടിക്ക് കാതോർത്തു. ചുറ്റും കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. രമേശ് സീതയുടെ മുന്നിൽ പതറിയാൽ അത് രമേശിനേക്കാൾ തങ്ങളെയാണ് ബാധിക്കുകയെന്ന് ഗോപാലമാഷിനും സരസ്വതിക്കും മക്കൾക്കും അറിയാമായിരുന്നു. സീതയുടെ മുന്നിൽ രമേശ് തോറ്റാൽ തങ്ങളും തോറ്റത് തന്നെ. പിന്നെ രമേശിനെ തങ്ങൾക്ക് കിട്ടില്ല. എന്താ രമേശ് മിണ്ടാത്തത്? സീത ചോദ്യം ആവർത്തിച്ചു. എനിക്ക് വേണ്ടി ഈ പടം ഉപേക്ഷിച്ചൂടെ? രമേശിന് വേണ്ടി അമ്മയും അനിയത്തെ ഉപേക്ഷിച്ചവളല്ലേ ഞാൻ. ഇവിടെ മാഷിനൊരു പഴുത് കിട്ടി. കേട്ടോ സീത മോളെ, മാഷ് സീതയോടാണ് സംസാരിച്ചത്. മോള് ചെയ്തത് വലിയ തെറ്റായിപ്പോയി. മോളൊരിക്കലും അമ്മയെ അനിയത്തെ ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നു. അതും ഒരു സിനിമാക്കാരന് വേണ്ടി. ഒരു കലാകാരന് മറ്റെന്തിനേക്കാൾ വലുത് അവന്റെ കലയാണ്. ഭാര്യയെക്കാളും വലുത് എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ പിന്നെ ഒരു സിനിമാ നടനോട് അവന് കിട്ടിയ പടം ഉപേക്ഷിക്കണമെന്ന് പറയുന്നതും വലിയ തെറ്റാണ്. സീത അമ്പരപ്പിൽ മാഷിനെ നോക്കി. തന്നെ രക്ഷിക്കാൻ വേണ്ടി ആയാൽ പോലും അച്ഛൻ തങ്ങളുടെ മുറിയിലേക്ക് കയറി വന്നത് രമേശിന് ഇഷ്ടമായില്ല. അധികം ആലോചിക്കാനൊന്നുമില്ല. മാഷ് രമേശിന്റെ നേർക്ക് തിരിഞ്ഞു. എല്ലാം കേട്ടു ഞാൻ. നീ ആ പടം ഉപേക്ഷിക്കുന്നത് ഈ തൊഴിൽ നിർത്തണതിന് തുല്യമാ. എത്ര കഷ്ടപ്പെട്ട നീ ആ രംഗത്ത് കടന്നതെന്നും ഈ നിലയിൽ എത്തിയതെന്നും ഓർക്കണം. നീ ഒന്നുമില്ലാത്തവനായാൽ നിനക്കാരും കാണില്ല. ഈ സീത പോലും നിന്റെ പിറകെ വന്നത് നിന്റെ ഗ്ലാമർ കണ്ട. അത് മറക്കാനേ പാടില്ല. സീത സ്തബ്ധയായി. രമേശിന് വീർപ്പുമുട്ടൽ അനുഭവം. വിദേശത്ത് ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ട് താരങ്ങൾ പുറപ്പെടുന്നതിന്റെ തലേന്ന് നായക നടനങ്ങ് ഒഴിഞ്ഞാൽ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും മറ്റു താരങ്ങൾക്കും ഉണ്ടാകുന്ന നഷ്ടവും മനോവ്യതയും എത്രയാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. സീതയും രമേശിനെയും മാറി മാറി നോക്കി മാഷ്. അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരോട് പറയാൻ തക്കതായ എന്തെങ്കിലും കാരണം വേണം. പറയ്, അങ്ങനെ വല്ലതുണ്ടോ? മാഷ് സീതയോട് ചോദിച്ചു. സീതയ്ക്ക് ഉത്തരം മുട്ടി. ഇതൊരു പറ്റിയ സന്ദർഭമാണെന്ന് മാഷിനറിയാമായിരുന്നു. മകനും ഭാര്യയും തമ്മിൽ ഇടയാനൊരു സന്ദർഭം. മരുമകളെ തോൽപ്പിച്ച് മകനെ തിരിച്ചെടുക്കാൻ ഒരു സന്ദർഭം. സീത മറുപടി പറയാതിരുന്നപ്പോൾ മാഷിന്റെ ഉള്ളിൽ ആഹ്ലാദം തിരയടിച്ചു. നോക്കുമോളെ, മകനേക്കാളും വലിയ നടനായി ഗോപാലൻ മാഷ്. ഭർത്താവിന്റെ ഉയർച്ച ഭാര്യയുടെ ഉയർച്ചയാണ്. ഭർത്താവിന്റെ താഴ്ചയും അതുപോലെ തന്നെ. ഈ 11ാം മണിക്കൂറിൽ രമേശ് ഈ പടത്തിൽ നിന്നൊഴിഞ്ഞാൽ അത് മതി അവന്റെ പ്രൊഫഷനിൽ ഒരു ബ്ലാക്ക് സ്പോട്ട് വീഴ്ത്താൻ. ഫീൽഡിൽ മൊത്തം ചീത്തപ്പേരാകും. ഏതു തരത്തിലും അത് അവന്റെ കരിയറിനെ ബാധിക്കും. നിശബ്ദം മുഖം കുനിച്ചു നിന്നല്ലാതെ സീത മറുപടി പറഞ്ഞില്ല. അപ്പോഴേക്കും സരസ്വതിയും സീതയുടെ അരികിലെത്തി. രമേശ് പോയിട്ട് വരട്ടെ മോളെ, ഏറിയാൽ 1 മാസം. അത് കഴിയുമ്പോൾ അവൻ ഇങ്ങ് വരുമല്ലോ. അതുവരെ ഞങ്ങളെല്ലാവരും ഇല്ലേ ഇവിടെ. മോൾക്ക് തുണ. ഒരു കുറവും മോൾക്ക് ഇവിടെ ഉണ്ടാവില്ല. വാതിക്കലെത്തിയ ഇന്ദിരയെയും ചന്ദ്രികയും ഇന്ദുവിനെയും ചൂണ്ടി ഗോപാലൻ മാഷ് പറഞ്ഞു. അവർ 3 പേരും രമേശിന്റെ സഹോദരിമാരാ. അവരെ പോലെ തന്നെയാ കുട്ടിയും ഞങ്ങൾക്ക്. ഞങ്ങളെ ഇങ്ങനെ അന്യരായി കാണണ്ട. പറയുന്നതെല്ലാം സീതയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷേ അനുസരിക്കാൻ അവൾക്കാകുമായിരുന്നില്ല. രമേശേട്ടൻ പോകുന്നതിൽ ഞങ്ങൾക്കെല്ലാം സന്തോഷമേ ഉള്ളൂ. ഏറ്റവും ഇളയവളായ ഇന്ദു പറഞ്ഞു. മറ്റൊന്നും കൊണ്ടല്ല, അത്രയും ദിവസം ഏട്ടത്തെ അമ്മയെ സ്വതന്ത്രയെ ഞങ്ങൾക്ക് കിട്ടുമല്ലോ. തനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇവിടെ ഇല്ലല്ലോ എന്നാണ് സീത ഓർത്തത്. ആർക്കും തൻ്റെ വിഷമം മനസ്സിലാവുന്നുമില്ല. സീത ദയനീയമായി രമേശിനെ നോക്കി. ഈ ഒരു തവണത്തേക്ക് ഞാൻ പോയിട്ട് വരാം സീതേ, രമേശ് അഭ്യർത്ഥിച്ചു. ഇനിയുള്ള വർക്കുകൾ ഏറ്റെടുക്കുമ്പോൾ നിന്റെ സമ്മതം ചോദിച്ചിട്ടേ ഞാൻ എഗ്രിമെന്റ് ഒപ്പിടൂ. ഈ ഒരു യാത്ര മാത്രം ഒഴിവാക്കിക്കൂടെ? സീത ചോദിച്ചു. കനത്ത നഷ്ടപരിഹാരം ഞാൻ കൊടുക്കേണ്ടി വരും. രമേശിന്റെ സ്വരം കനത്തു. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതൊന്നും ചിലപ്പോൾ മതിയാവില്ല. രമേശിന്റെ സൂത്രമാണിതെന്ന് സീതയ്ക്ക് തോന്നി. അങ്ങനെ വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. നഷ്ടപരിഹാരം ഞാൻ കൊടുക്കും, അവൾ പറഞ്ഞു. എവിടെ നിന്നെടുത്തു കൊടുക്കും? ഇന്ദിരയാണ് ചോദിച്ചത്. അവളും മുറിയിലേക്ക് വന്നു. എവിടെ നിന്നെടുക്കും കുട്ടി? ആകെയുള്ള സ്വർണം കഴുത്തിലെ 2 പവനാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞല്ലോ. ബാങ്ക് ഡെപ്പോസിറ്റ് ഇല്ലാതാനും. താമസിക്കുന്ന വീടാണെങ്കിൽ റെന്റ്. ഒരു വലിയ സിനിമാ കമ്പനി. ചോദിക്കുന്ന വൻതുകയ്ക്ക് കുട്ടി എവിടെ പോകും? സീത ശരിക്കും പതറിപ്പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇങ്ങനെ മിണ്ടാതെ നിന്നാ മതി, വാതുക്കൽ നിന്ന് ചന്ദ്രിക പറഞ്ഞു. ഞങ്ങളുടെ കുട്ടിയെ പോലീസ് പിടിച്ച് ജയിലിലിടും. സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് കാര്യമൊന്നുമില്ല. വഞ്ചന കാട്ടിന്നാവും കേസ് വരിക. കൂട്ടത്തോടെയുള്ള ആക്രമണമാണ്. സീതയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല.
അവൾ വിങ്ങി വിങ്ങി കരഞ്ഞു. വീൽ ചെയറിൽ ജയരാമൻ ഉണ്ടായിരുന്നു മുറിയുടെ വെളിയിൽ. ഒപ്പം ഭാര്യ സുനിതയും മക്കളും. അവർ മാത്രം ഒന്നും പറഞ്ഞില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്വകാര്യ ഇടപാടിൽ മറ്റു കുടുംബാംഗങ്ങൾക്ക് കാര്യമൊന്നുമില്ല എന്ന വിശ്വാസക്കാരായിരുന്നു അവർ. കുട്ടി ഇങ്ങനെ കരയേണ്ട കാര്യമൊന്നുമില്ല. സരസ്വതി സീതയെ തഴുകി. ഇനി മുതൽ എഗ്രിമെന്റ് ഒപ്പുവെക്കും മുമ്പ് കുട്ടിയുടെ അനുവാദം വാങ്ങിക്കൊള്ളാമെന്ന് അവൻ സമ്മതിച്ചല്ലോ. അല്ലെങ്കിൽ തന്നെ അവൻ ഇപ്പോൾ പോകുന്നത് കൊണ്ട് കുട്ടിക്ക് എന്താ നഷ്ടം? അമേരിക്ക നാവുമ്പോൾ വിലപ്പെട്ട പല സാധനങ്ങളും കൊണ്ടുവരും. എന്താ വേണ്ടതെന്ന് പറഞ്ഞു വിടുകയേ വേണ്ടു. സീതയുടെ നിയന്ത്രണം വിട്ടു. സമ്മാനങ്ങൾക്ക് കൊതി നിങ്ങൾക്കല്ലേ? എനിക്ക് എൻ്റെ ഭർത്താവിനെ കിട്ടിയാൽ മതി. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ വിളിക്കാതെ കയറി വന്ന അഭിപ്രായം പറയാനും ഉപദേശിക്കാനും നിങ്ങൾക്കൊക്കെ എന്താ അധികാരം? ഇത് ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വകാര്യ പ്രശ്നമാണ്. ഞാൻ ഇങ്ങനെ ശാഠ്യം പിടിക്കുന്നതിന് എനിക്ക് എൻ്റെതായ കാരണം കാണുമെന്ന് വെച്ചോളൂ. മാഷും സരസ്വതിയും ജീവച്ഛവങ്ങളായി. ഇന്ദിരയുടെ കണ്ണുകളിൽ ജ്വാല തെറിഞ്ഞു. ചന്ദ്രിക പല്ല് ഞെരിച്ചു. ഇന്ദു അപ്പോൾ തന്നെ മുറി വിട്ട് പുറത്തേക്ക് നടന്നു. വീൽ ചെയറിലിരുന്ന ജയരാമൻ സുനിതയെ നോക്കി സംതൃപ്തിയിൽ ചിരിച്ചു. നന്നായി. ആ പെണ്ണിനെ കൊണ്ട് അറ്റകൈ പറയിക്കണമെന്ന് നിർബന്ധമായിരുന്നു ഇവിടെ ഉള്ളവർക്ക്. അവരായുള്ള പ്രശ്നം അവരായി തീർത്തേനെ. വെറുതെ നാണം കിട്ടും. അപ്പുറത്തേക്ക് വീൽ ചെയർ ഉരുട്ടി ജയരാമൻ. പുറകെ സുനിതയും കുട്ടികളും നടന്നു. മുറയിൽ നിന്നിറങ്ങ്, ഗോപാല മാഷ് സരസ്വതിയോടും ഇന്ദിരയോടും ചന്ദ്രികയോടും കൽപ്പിച്ചു. എന്നിട്ട് മാഷ് മുമ്പേ നടന്നു. പുറകെ മറ്റുള്ളവർ നീങ്ങി. അച്ഛനും അമ്മയും സഹോദരിമാരും തങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നത് രമേശിന് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ അവരെ അപമാനിക്കും വിധം സീത സംസാരിച്ചതും അയാൾക്ക് ഇഷ്ടമായില്ല. എത്രയൊക്കെ ആയാലും മര്യാദയോടെ തൻ്റെ കുടുംബാംഗങ്ങൾ സീതയോട് ഇടപെട്ടിട്ടുള്ളൂ. പക്ഷേ അവളുടെ സ്വരത്തിൽ ധാർഷ്ട്യമുണ്ടായിരുന്നു. ആ ശുണ്ഠി കൂടി പ്രകടമാക്കിയത് കൊണ്ടാണ് രമേശ് സീതയോട് ചോദിച്ചത്, ഞാൻ ഈ പടത്തിൽ അഭിനയിക്കരുതെന്ന് ശഠിക്കാൻ എന്താണ് തൻ്റെതായ അത്ര വലിയ കാരണം? പറയട്ടെ. സീത രമേശിനെ നോക്കി. പറയേ, രമേശ് പറഞ്ഞു. ശോഭിത കൂടി ഈ കൂട്ടത്തിൽ വരണതുകൊണ്ട്. ഓഹോ, രമേശ് പരിഹാസത്തിൽ ഒന്ന് ചിറി കോട്ടി. അപ്പോ സംശയരോഗമാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും വലിയ വില കൊടുക്കേണ്ടി വന്നതല്ലേ? എങ്കിൽ പറയാം. അയാൾ കിതച്ചു. ശോഭിത എൻ്റെ കൂടെ അല്ല വരണത്. പിന്നെ അവളെ കൊണ്ടുപോകുന്നത് പ്രൊഡ്യൂസറാണ്. അവളെ ബുക്ക് ചെയ്തിരിക്കുന്നതും അയാളാണ്. ശോഭിതയാവണം ഹീറോയിൻ എന്ന് ഞാൻ നിർദ്ദേശിച്ചിരുന്നില്ല. ശോഭിത ആകരുതെന്നും പറഞ്ഞിരുന്നില്ലല്ലോ. ഇല്ല, അങ്ങനെ ഒരു വൃത്തികെട്ട കീഴ്വഴക്കം എനിക്കില്ല. എൻ്റെ പടത്തിലെ സഹനടീനടന്മാരെ ഞാൻ നിർദ്ദേശിക്കാറില്ല. ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ കുറച്ച് സന്തോഷമുണ്ടാകുമെന്ന് മാത്രം. ശോഭിതയുടെ ഫിയാൻസിയും ഈ യാത്രയിൽ വരുന്നുണ്ടോ? സീത ചോദിച്ചു. ഉവ്വ്, രമേശ് പറഞ്ഞു. ഇല്ല. സീത പല്ല് ഞെരിച്ചു. ഇല്ലെന്ന് ഞാൻ തെളിയിച്ചു തരട്ടെ? രമേശ് ശരിക്കും വിളറി. അയാൾക്ക് ഉത്തരം മുട്ടി. പിന്നെ എന്തിന് രമേശ് എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞു? രമേശിന്റെ അടുത്ത് ചെന്ന് ആ ചുമലിൽ കൈ വെച്ച് ഒലച്ചു സീത. പറയേ, എനിക്കറിയണം. നിമിഷങ്ങളോളം രമേശ് മിണ്ടാതെ നിന്നു. കള്ളം ആലോചിച്ച് കണ്ടുപിടിക്കണ്ട, സീത പറഞ്ഞു. കള്ളമല്ല. രമേശിന്റെ തൊണ്ടയിടറി. നിന്റെ ഉള്ളിൽ സംശയത്തിന്റെ വിഷം കടന്നിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി. അല്ലാതെ മനഃപൂർവ്വം എന്നെ പറ്റിച്ചതല്ല. എന്തിനാ നിന്നെ ഞാൻ പറ്റിക്കണത്? കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിനക്ക് തന്നെ അത് മനസ്സിലാവും. അങ്ങനെ വല്ല ഇൻറ്റൻഷനും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിതൊക്കെ ഇവിടെ വെച്ചായിക്കൂടെ? വല്ലവരുടെയും ചെലവിൽ അവളെയും കൊണ്ട് അന്യനാട്ടിൽ പോകണോ? അന്യനാടല്ലേ സൗകര്യം. സീത, നീ ഒരു കൂട്ടം അലവലാതി പെണ്ണുങ്ങളെ പോലെയാണ് സംസാരിക്കുന്നത്. നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത്. കൾച്ചേർഡ് ഫാമിലിയിൽ നിന്ന് വന്ന ഒരു കുട്ടി, നല്ല വ്യക്തിത്വമുള്ളവൾ, നല്ല ക്ഷമയുള്ളവൾ. ഒരു നിധി കണ്ടെത്തിയ സന്തോഷമായിരുന്നു എനിക്ക്. ഇരുന്ന് സ്വന്തമാക്കിയതാ ഞാൻ. എന്നിട്ട് രമേശിന്റെ ചുണ്ടുകൾ വിറച്ചു, കണ്ണുകൾ നനഞ്ഞു. എന്നിട്ട് ഞാൻ എന്താ ചെയ്തത്? സങ്കടത്തിലാണ് സീത ചോദിച്ചത്. ഒരു സൂപ്പർ ആർട്ടിസ്റ്റാണ് രമേശ്. രമേശിന് വേണ്ടി ഈ ഇൻഡസ്ട്രി എന്തും ചെയ്യും. എന്തെങ്കിലും ഒരു അസൗകര്യം രമേശ് പറഞ്ഞാൽ ഈ ട്രിപ്പ് പോസ്റ്റ്പോണ്ട് ചെയ്യില്ലേ? പോസ്റ്റ്പോണ്ട് ചെയ്തിട്ട്? രമേശ് സീതയെ നോക്കി. ശോഭിതയെ മാറ്റിയ ശേഷം വീണ്ടും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു പോവാലോ. രമേശിന്റെ മുഖം ഉറച്ചു. നടക്കില്ല, അയാൾ പറഞ്ഞു. ഞാനാണ് എഗ്രിമെന്റ് സൈൻ ചെയ്തതെങ്കിൽ ഞാൻ പോയിരിക്കും. സീത സ്തബ്ധയായി. കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ അവൾക്ക് തോന്നി.
ഇത്ര ഉറച്ച സ്വരത്തിൽ രമേശ് തൻ്റെ വാക്ക് നിഷേധിക്കുമെന്ന് സീത വിചാരിച്ചതേയില്ല. അവളുടെ ചുണ്ടു വിതമ്പി. പുറത്ത് കാതു കൂർപ്പിച്ച് നിന്നിരുന്ന ഗോപാലൻ മാഷിന്റെ ഉള്ള് ആർത്തു ചിരിച്ചു. രമേശ് എൻ്റെ മകനാണ്, അവൻ ആൺകുട്ടിയാണ്, ഈ കുടുംബത്തിൻ്റെ താങ്കാണ്. അദ്ദേഹം അഭിമാനത്തോടെ ഊർത്തു. പിന്നെ താഴേക്ക് നടന്നു. ഞാൻ മരിച്ചാലും രമേശ് പോകുമോ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് സീത ചോദിച്ചു. രമേശിൽ ഒരു ഞെട്ടലുണ്ടായി. എങ്കിലും ഒരു നിമിഷം കൊണ്ട് അയാൾ കരുത്താർജിച്ചു. സീതയ്ക്ക് മാത്രമല്ലല്ലോ മരിക്കാനാവുക, എനിക്കും മരിച്ചൂടെ? എൻ്റെ ജീവിതത്തേക്കാൾ എനിക്ക് വലുതാണ് എൻ്റെ വാക്കും നെറിയും. അതാണ് എന്നെ ഈ നിലയിലെത്തിച്ചത്. അയാൾ പുറത്തേക്ക് നടന്നു. സീത കിടക്കയിലേക്ക് കമിഴ്ന്നു വീണു. താഴെ എത്തിയ രമേശ് സരസ്വതിയോട് പറഞ്ഞു, അമ്മ സീതയെ ശ്രദ്ധിച്ചോണം. മരിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്, എനിക്ക് മരിച്ചാൽ മതിയെന്ന് തോന്നുക. ഹാളിലെ സെറ്റിയിൽ മലർന്നു കിടന്നു അയാൾ. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കയും മുമ്പേ കൈക്കും പിന്നെ മധുരയ്ക്കും മാഷ് ചൊല്ലി. ഇതാണ് മുതിർന്നവർക്കേ ആളുകളെ തിരിച്ചറിയാനാവൂ എന്ന് പറയണത്. വിഡ്ഢിക്കുട്ടി അവൾ, പാവോമ്മ. നിന്നെ അവൾക്ക് ജീവനുമായിരിക്കും. പക്ഷേ നിന്നെ പോലെ ഒരുത്തന് വിവേകവും തൻ്റെടവും സാമർഥ്യവുമുള്ള ഒരുത്തിയാണ് വേണ്ടത്. രമേശ് ഒരക്ഷരം മിണ്ടിയില്ല. സരസ്വതി സ്റ്റെയർ കേസുകൾ കയറി മുകളിലെത്തി. സീതയുടെ കിടക്കക്കരികിൽ ചെന്നിരുന്ന് അവളെ സ്നേഹപൂർവ്വം വിളിച്ചു, മോളെ. സീതയുടെ കരച്ചിൽ ശക്തമായി. രമേശും താഴെ ചെന്ന് കടന്ന് കരയുകയാ. സരസ്വതി പറഞ്ഞു, സംശയമുണ്ടെങ്കിൽ നീ ചെന്ന് നോക്ക്. എന്തിനാ ഇങ്ങനെ പരസ്പരം കരയിക്കണത്? അവന്റെ സാഹചര്യം മോൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. അവൻ പോയിട്ട് വരട്ടെ ഇത്തവണ കൂടി. പിന്നീട് വിദേശത്ത് വെച്ചുള്ള ഒരു വർക്കും അവനെ ഏൽക്കില്ല. അമ്മയാ പറയണത്. നിന്റെ അമ്മയെപ്പോലെ എന്നെയും കരുതിക്കൂടെ? രമേശ് പൊയ്ക്കോട്ടെ. കലച്ചിലിനിടയിൽ സീത, നീ മരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അവൻ പോകുമോ? അവൻ മരിക്കുമെന്നാ പറയുന്നത്. സീത മെല്ലെ എഴുന്നേറ്റിരുന്നു. സരസ്വതി അവളെ ചേർത്ത് പിടിച്ചു. എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞതാ. സീത കേണു. രമേശ് പൊയ്ക്കോട്ടെ, ഞാനിവിടെ കാത്തിരുന്നോളാം. മിടുക്കി. സരസ്വതി സീതയുടെ കവിളിൽ ഉമ്മ നൽകി. സീതയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കൈയോടെ താഴേക്ക് കൊണ്ടുവന്നു സരസ്വതി. രമേശ്, നീ പൊയ്ക്കോളൂ. സീതയ്ക്ക് ഒരു എതിർപ്പുമില്ല. രമേശിന് ആ മാറ്റം വിശ്വസിക്കാനായില്ല. അങ്ങനെ അവരെ പൊരുത്തപ്പെടുത്തണ്ടായിരുന്നു. മാഷ് രഹസ്യമായി സരസ്വതിയോട് പറഞ്ഞു. ഈ ഇഷ്യൂയിൽ അവർ തെറ്റിപ്പിരിയുമെന്നാ ഞാൻ ഓർത്തത്. ഇത്ര ദുഷ്ടത പാടില്ല. സരസ്വതി ശാസിച്ചു. അങ്ങനെ സീതയുടെ അനുമതിയോടെ രമേശ് യാത്ര പറഞ്ഞു. രമേശിൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം എയറോഡ്രാമിൽ നിന്ന് സീത ഫ്ലൈറ്റിന് കൈവീശി ആശംസ അർപ്പിച്ചു. രമേശിൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം സീതയും എയറോഡ്രാമിൽ നിന്ന് മടങ്ങി. എന്നാൽ കാറിൽ കയറിയത് മുഖം പൊത്തിപ്പിടിച്ച് അവൾ ശക്തിയിൽ ഏങ്ങലടിച്ചു കരഞ്ഞു. പിന്നിലെ സീറ്റിൽ സീതയ്ക്കൊപ്പം സരസ്വതിയും ഇന്ദുവുമാണ് ഉണ്ടായിരുന്നത്. മുന്നിൽ ഡ്രൈവർക്കരികിലായി ഗോപാലൻ മാഷും. ഇന്ദിരയും ചന്ദ്രികയും ജയരാമൻ്റെയും സുനിതയുടെയും കുട്ടികളുടെയും കൂടെ മറ്റൊരു കാറിലായിരുന്നു. എന്താ കുട്ടി ഇത്? സരസ്വതി വിഷമത്തിൽ സീതയോട് ചോദിച്ചു. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ടോ കുട്ടികൾ? വലിയ ഡോക്ടറുടെ മകളല്ലേ, പട്ടണത്തിൽ വളർന്നവളല്ലേ. അമേരിക്ക എന്ന് പറഞ്ഞാൽ അത്ര അകലെയാ? അമേരിക്ക അകലെയായിട്ടല്ല, കരച്ചിലിനിടയിൽ സീത പറഞ്ഞു. പിന്നെ? ഒരേ സ്വരത്തിലാണ് സരസ്വതിയും ഇന്ദുവും ചോദിച്ചത്. എന്നെ ചതിക്കുകയായിരുന്നു രമേശ്. രമേശിന് ശോഭിതയെ ഉപേക്ഷിക്കാൻ വയ്യ. എന്നേക്കാൾ രമേശിന് വലുത് അവളാ, ആ പ്രോസ്റ്റിറ്റ്യൂട്ട്. സീത പല്ലിറുമി. എങ്കിൽ അവൻ അവളെ കല്യാണം കഴിക്കുമായിരുന്നല്ലോ, സരസ്വതി ആരാഞ്ഞു. അവൾ ആരെയും കല്യാണം കഴിക്കില്ല. നിംഫോമാനിയാക്ക് അവൾ. നിംഫോമാനിയാക്ക് എന്ന പദത്തിൻ്റെ അർത്ഥം സരസ്വതിക്ക് അറിയില്ലായിരുന്നു. അവർ അത്ഭുതത്തിൽ ഇന്ദുവിനെ നോക്കി. ഇന്ദു വിഷമത്തോടെ മുഖം തിരിച്ചു. ഞാൻ മരിക്കും, പെട്ടെന്നാണ് സീത പറഞ്ഞത്. എൻ്റെ അമ്മയെ വേദനിപ്പിച്ചതിൻ്റെ ശിക്ഷയാ ഞാൻ അനുഭവിക്കുന്നത്. ഗോപാലൻ മാഷ് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. മരിക്കുമെന്നൊക്കെ ഈ കുട്ടി പറഞ്ഞാൽ അപകടമാണ്, പ്രത്യേകിച്ചും രമേശ് അരികിലില്ലാത്തപ്പോൾ. വല്ലതുമൊക്കെ ഇവൾ ഒപ്പിച്ചാൽ സ്ത്രീധന പീഡനത്തിന് തങ്ങളകത്താകും. നിസ്സാരയല്ല കുട്ടി, നല്ല കുടുംബത്തിൽ പിറന്നവളുമാണ്. പ്രയോജനമൊന്നുമില്ലെങ്കിലും ബന്ധുക്കളെല്ലാം ഉന്നതരാണ്. ഒരു പ്രശ്നമുണ്ടായാൽ ബന്ധുക്കൾ അടങ്ങിയിരിക്കില്ല. സരസ്വതിയുടെ മുഖത്ത് വലിയ പരിഭ്രമമായിരുന്നു. നീ അവളെ സമാധാനിപ്പിക്കൂ സരസു, മാഷ് പറഞ്ഞു. ഇപ്പം തന്നെ രമേശിനെ തിരിച്ചു വിളിക്കണോ? അവൻ അവിടെ എത്തിയ ശേഷം വിളിക്കട്ടെ, മടങ്ങിപ്പോകാൻ പറഞ്ഞേക്കാം. വേണ്ട, സീത കിച്ചിണുങ്ങി. മറ്റുള്ളവരുടെ നിർബന്ധത്തിൽ അങ്ങനെ മടങ്ങി വന്നിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞപ്പോഴൊന്നും രമേശ് അനുസരിച്ചില്ലല്ലോ. അവൻ്റെ സാഹചര്യം അങ്ങനെ ആയിട്ടാ കുട്ടി. അങ്ങേയറ്റ അനുനയത്തിലാണ് സരസ്വതി ചോദിച്ചത്. കുറച്ചു കഴിഞ്ഞപ്പോൾ
പോയിക്കൊള്ളാൻ കുട്ടി സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണല്ലോ അവൻ സമാധാനമായിട്ട് പോയത്. എന്നിട്ടിപ്പം രമേശ് പോയ ശേഷം മരിക്കൂന്നൊക്കെ കുട്ടി പറഞ്ഞാൽ ഞങ്ങൾ എന്തു ചെയ്യും? ആ ചോദ്യത്തിന് മുന്നിൽ സീത ഒന്നു കുഴങ്ങി. തില്ലാന എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്